വ്യത്യസ്ത രീതിയിലുള്ള കൊലപാതക പരമ്പര തുടർച്ചയായി നടക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു കേരളം. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ ഇതിൽ ദാരുണമായി ഇരയാകുന്ന കാഴ്ചകൾ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ക്രൈം കൂടുന്നത്? കേരളത്തിലെ നിയമവ്യവസ്ഥകൾക്ക് മാറ്റം വരാത്തത് എന്തുകൊണ്ട്? വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഇന്ത്യയിലെ ക്രൈം റേറ്റ് എടുത്ത് പരിശോധിച്ചാൽ ക്രൈം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്നില്ല. എന്നാൽ ഇന്ത്യ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിയുകയാണ് കേരളം. അതിനുള്ള ഒരു പ്രധാന കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ വാർത്തകൾ അറിയാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു മാർഗം പത്രമാധ്യമവും അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമവും ഒക്കെയാണ്. എന്നാൽ ഇന്ന് ജനം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെയാണ്, സോഷ്യൽ മീഡിയയിൽ. പത്രത്തിലും TV വാർത്തകളിലും വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പണ്ട് കാലത്ത് പ്രാദേശിക വാർത്തകളിൽ വരുന്ന പല വാർത്തകളും ഇന്ന് ബ്രേക്കിംഗ് ന്യൂസുകളാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ചില വാർത്തകളെ ഏറ്റെടുത്ത് വൈറലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും TV ചാനലുകൾക്ക് അത് ബ്രേക്കിംഗ് ആക്കാതെ വഴിയില്ല. ഇവിടെ അതൊരു തെറ്റായ കാര്യം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ആധിപത്യം ഉള്ളതിനാൽ തന്നെ അതിനൊപ്പം തന്നെ മത്സരിക്കാൻ പത്രമാധ്യമ അല്ലെങ്കിൽ TV പത്രമാധ്യമങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ ജനങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കാനും കാരണമാകുന്നുണ്ട്. ഇത് അതിലൊരു കാരണം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് അല്ല കേരളത്തിൽ ക്രൈം കൂടുന്നതായിട്ട് തോന്നുന്നത്. കേരളത്തിൽ ക്രമാതീതമായി തന്നെ ക്രൈമുകൾ വർദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്രൈം റേറ്റ് എടുത്ത് പരിശോധിച്ചാൽ കേരളം ക്രൈം റേറ്റിൽ താഴെയാകും നിൽക്കുന്നത്. പക്ഷേ വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ആണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർത്തയാണ് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്ന വാർത്ത. ഇപ്പോൾ അതിൽ അമ്മയെയും പ്രതി ചേർക്കുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാതൃത്വത്തെ ഇല്ലാതാക്കുന്ന കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ സ്ഥിരം വാർത്തകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ക്രമസമാധാന നിരക്ക് കുറയുന്നതിനുള്ള ഏറിയ പങ്കും കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിൽ തന്നെയാണ്. കേരളത്തിലെ പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടാത്തവയുണ്ട്. ഒരുപക്ഷെ 4-ൽ 1 കേസ് മാത്രമാണ് ചർച്ചയായി മാറുന്നുള്ളൂ എന്ന് മാത്രം. കേരളത്തിൽ ഇത്രമാത്രം കേസുകൾ കൂടിയ ഒരു കാലയളവ് ഈ ഒരു 2-3 വർഷം കൊണ്ട് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടാവുക. ജനങ്ങളിൽ ഒരു ഭയവും ഇല്ലാതായി. ഇനി എത്ര വലിയ ക്രൈം നടന്നാലും ജീവപര്യന്തം അതിന് മുകളിൽ ചാൻസ് വളരെ കുറവാണ് എന്നൊരു തോന്നൽ ജനങ്ങളുണ്ടായി. അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ ഉണ്ടാകണം എങ്കിൽ പോലും അപ്പീൽ നൽകി മേൽക്കോടതിയിൽ ചെല്ലുമ്പോൾ വധശിക്ഷ വരെ ജീവപര്യന്തമായി മാറുന്ന അവസ്ഥ. ഇപ്പൊ തന്നെ ഗ്രീഷ്മയുടെ വധശിക്ഷ പോലും മേൽക്കോടതി പരിഗണിച്ചിട്ടില്ല. മേൽക്കോടതി വിധി മാറി മറിയാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കേസിൽ. ഇതെല്ലാം വ്യക്തമായിട്ട് ജനങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ലോ ആൻഡ് ഓർഡറിന് വ്യത്യാസം ഉണ്ടായിരിക്കണം. അതിവേഗത കോടതി ഇത്തരത്തിലുള്ള കേസുകൾ ഉടനടി തീർപ്പാക്കിയാൽ ക്രൈം നിരക്കിൽ വ്യത്യാസം വരും. ഇപ്പൊ ഡെത്ത് പെനാൽറ്റി നൽകേണ്ട ഇടങ്ങളിൽ അത് നൽകുക തന്നെ ചെയ്യണം. മരണം വരെ ജീവപര്യന്തം എന്ന് പറയുന്ന പല കേസുകൾക്കും ഈ 14 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കഴിയേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പം 22 വയസ്സിൽ കുറ്റം ചെയ്ത് ജയിലിൽ പ്രവേശിച്ചാൽ 34 വയസ്സാകുമ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കുന്നു. ഇനി അത്രയും പ്രായമുള്ളവർക്ക് മാത്രമേ ജീവപര്യന്തം നടക്കുന്നതിനിടയിൽ മരണം സംഭവിക്കുന്നുള്ളൂ. ഇപ്പൊ ചെന്താമരയുടെ വാർത്ത എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴും അയാൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എല്ലാ അംഗങ്ങളെയും ഇല്ലാതാക്കുമെന്ന്. അത്രയും ധൈര്യം ഒരു കൊലയാളിക്ക് വിളിച്ചു പറയുമ്പോൾ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും ലോ ആൻഡ് ഓർഡറിനും മാത്രമാണ്. ഇന്ത്യയുടെ നിയമങ്ങൾ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ കേരളം ഇതാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസം ജനത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ കൂടി വരുന്ന ലഹരി ഇന്റർനെറ്റ് വർധനവ്, അതിന്റെ എല്ലാം സ്വാധീനം ഉണ്ടാകുന്നുമുണ്ട്. മലയാള സിനിമകൾ വളരെ ശ്രദ്ധയാകർഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും മലയാള സിനിമ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. എന്താണ്? വ്യത്യസ്തമായ കണ്ടന്റുകൾ ആണ് മലയാള സിനിമകൾ കൊണ്ടുവരുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ക്രൈം നടന്നാൽ അതിനെ എങ്ങനെ നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ട് നടക്കാം എന്ന് കാണിക്കുന്ന സിനിമകൾ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്?
ക്രൈം നടത്താം, ഒന്നും സംഭവിക്കാൻ കേരളത്തിൽ പോകുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭാര്യയെ കൊന്ന് കുക്കറിൽ വേവിച്ച വാർത്ത വളരെ വൈറലായിരുന്നു. അത് കേരളത്തിലല്ല നടന്നത്, അന്യ സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിന് പ്രചോദനമായത് മലയാള സിനിമയാണ്. അതായത് പ്രതിക്ക് ഐഡി ലഭിച്ചത് മലയാളത്തിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയുടെ പശ്ചാത്തലത്തിൽ നിന്നുമാണെന്ന് പ്രതി സമ്മതിച്ചു കഴിഞ്ഞു. ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിരന്തരമായി നടക്കുന്ന ക്രൈമുകൾ വ്യത്യസ്ത രീതിയിലുള്ളതാണ്. 6000-ഓളം സൈബർ കേസുകൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നവയാണ്. പൂർണ്ണമായിട്ടും നിഷ്ക്രിയമാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ. കേസുകൾ തെളിയിക്കപ്പെടുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പോലീസിനും കോടതിക്കും അഭിനന്ദനം നൽകുന്നു, ഇരയ്ക്ക് നീതി ലഭിച്ചു. 4-ൽ 1 ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ടോ? ഇല്ല. ക്രൈം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇവിടെ നിയമവും നിയമപാലകരും വേണ്ടത് ജനത്തെ സംരക്ഷിക്കുക എന്ന കടമയാണ്. അല്ലാതെ കുറ്റകൃത്യം നടന്നതിന് ശേഷം അത് വലിയ വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള ഓട്ടമല്ല വേണ്ടത്. ചെന്താമരയുടെ കേസിൽ നിരവധി തവണ ആ 2 കുട്ടികൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുമെന്ന് പല തവണ പരസ്യമായി ഭീഷണിപ്പെടുത്തി ചെന്താമര. എന്നിട്ടും എന്തു സംഭവിച്ചു? പോലീസിനും നിയമത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 5 വർഷങ്ങൾക്ക് മുൻപ് കഴുത്തറുത്ത കൊലപ്പെടുത്തിയ ഒരു പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പൊ ഈ പരോളിലും ജാമ്യത്തിലും അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രതികൾ എല്ലാം എന്താണ് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസമാണ് ഈ ഷെറിൻ എന്ന ഒരു യുവതി ശിക്ഷാ കാലാവധി കഴിഞ്ഞ്, അത് വലിയ വാർത്തയായിരുന്നു, ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. കാരണവർ വധക്കേസ്. ഇനി അവരടുത്തതായിട്ട് ആരെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് എന്ന് കണ്ടറിയണം. ഇതെല്ലാം നിയമവീഴ്ചകൾ തന്നെയാണ്. ഒരു പരിധിവരെ ലോ ആൻഡ് ഓർഡർ സപ്പോർട്ട്സ് തന്നെയാണ് ഈ ആക്രമികൾക്ക് ഇത്തരത്തിലുള്ള ധൈര്യം നൽകുന്നത്. ഇനി ജയിലിൽ പോയാലോ VIP സൗകര്യങ്ങളാണ് പ്രതിക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജയിലിൽ നൽകുന്ന ഭക്ഷണത്തിന്റെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോലും നൽകാത്ത മെനു ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പട്ടിണിയും പ്രാരാബ്ദവുമുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രേരണകൾ തന്നെ ധാരാളം അല്ലെ. ഇനിയും കൊല ചെയ്യൂ എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ജയിലുകളിൽ നൽകുന്നത്. ഇവിടെ അധികാരികൾ തന്നെ ക്രിമിനലുകൾക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ്ലി മാറണം. ജനം പൊറുതിമുട്ടി നിയമം ഇങ്ങനെയാണെങ്കിൽ ജനം തന്നെ നിയമം കയ്യിലെടുക്കും. അത് കൂടുതൽ ക്രമസമാധാന തകർച്ചയിലേക്ക് വഴിവെക്കുകയും ചെയ്യും. കേരളം എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകണം. കാരണം ജനം വളരെ പരിഭ്രാന്തരാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നരഭോജി കടുവയെക്കാളും ഭയാനകമാണ് കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ചില പ്രതികളുടെ മനോഭാവം. അതിന് സർക്കാരും നിയമവും ഒരു തണലായി മാറാതിരിക്കുക.